നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീകൃഷ്ണ, അസീസിയ ഹോസ്പിറ്റൽ ആലത്തൂരിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റാണ്. ലോകത്താകമാനം വൃക്കരോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന ഉണ്ടായിരിക്കുക. 2020 പ്രകാരമുള്ള കണക്ക് 70 കോടി ജനങ്ങളാണ് ലോകത്ത് വൃക്കരോഗികളായിട്ടുള്ളത്. അതിൽ 20 കോടിയോളം ഇന്ത്യയിലാണ് ഉള്ളത്. ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാ ഹോസ്പിറ്റലുകളിലും ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? നമുക്കെല്ലാവർക്കും അറിയാം, പ്രമേഹം അഥവാ ഡയബറ്റീസ് 80% വൃക്കരോഗത്തിന് പ്രധാന കാരണം അതാണ്. എങ്ങനെ ഇതിനെ തടയാം? വൃക്കരോഗങ്ങൾക്ക് തുടക്കത്തിലുള്ള ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായ ചികിത്സ. ഒരു വൃക്കരോഗി 4ാമത്തെ 5ാമത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ് അവർ വൃക്കരോഗിയുള്ള അറിവ് കിട്ടുക തന്നെ. തുടക്കത്തിൽ എങ്ങനെ കണ്ടെത്താം? മൂത്രത്തിലുള്ള പത. മൂത്രം ഒഴിക്കുമ്പോൾ എല്ലാവർക്കും പത പോകാറുണ്ട്. എല്ലാ പതയും പ്രശ്നമാണോ? അല്ല. പ്രമേഹ രോഗികൾക്ക് മൂത്രത്തിലുള്ള പ്രോട്ടീൻ ലീക്കേജ് ആണ് പ്രശ്നം. ഇത് തുടക്കത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ തുടക്കത്തിലുള്ള ചികിത്സ വളരെയധികം ഫലപ്രദമാണ്. യൂറിൻ മൈക്രോ ആൽബുമിൻ എന്നൊരു പണച്ചെലവില്ലാത്ത ടെസ്റ്റ് എല്ലാ പ്രമേഹ രോഗികളും 6 മാസം കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ വൃക്കരോഗത്തിന്റെ തുടക്കം കണ്ടെത്തുകയും ഫലപ്രദമായ ചികിത്സ കൊടുക്കാനും സാധിക്കും. ഇതുമൂലം എല്ലാ പ്രമേഹ രോഗികളും 80% വരെ വൃക്കരോഗം വരാതിരിക്കാനും രോഗം മൂർച്ഛിക്കാതിരിക്കാനും സഹായമാകും.